ഹലോ. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ മുട്ടം പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. ഒരു വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു സംഭവം. വിഷ്ണുവേട്ടൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പെട്രോളെല്ലാം ലീക്ക് ചെയ്ത് പോകാൻ തുടങ്ങിയായിരുന്നു. അതിന് എന്തൊക്കെയോ ഓരോ പ്രോബ്ലം ഉണ്ടായിരുന്നു. കറക്റ്റ് വിഷ്ണുവേട്ടനെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അപ്പോൾ വിഷ്ണുവേട്ടൻ നേരെ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് അവിടുന്ന് ബസ് കയറി പിന്നെ വീട്ടിൽ ഓട്ടോ വിളിച്ചിങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം രാവിലെ എൻ്റെ സ്കൂട്ടറിൽ പോയിട്ട് ആ സ്കൂട്ടർ റെഡിയാക്കിയിട്ട് 2 സ്കൂട്ടറിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കിട്ടിയ ചാൻസ് കളയണ്ടല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച ഈശാൻകുട്ടനെ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് ഞാൻ വിഷ്ണുവേട്ടനും കൂടെ എൻ്റെ സ്കൂട്ടറിൽ പോയി കേട്ടോ. അവിടെ ചെന്നിട്ട് നേരെ വണ്ടി എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നന്നാക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതിന് സാധനം വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. അതിൻ്റെയൊക്കെ ഏട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അത് നേരെ വന്ന് ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസും ഷാർജയും പിന്നെ എന്തായിരുന്നു സാൻഡ്വിച്ചും ബർഗറും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടോ. ഏട്ടൻ ബർഗർ വാങ്ങിച്ചപ്പോൾ എനിക്കും ബർഗർ വാങ്ങിച്ചാൽ മതിയെന്ന് പിന്നീട് കുറ്റബോധം തോന്നിയായിരുന്നു. ഇതാ ഞാനൊരു വിത്തൗട്ട് പൈനാപ്പിളൊക്കെ കുടിച്ചു. ഇപ്പോൾ ഷുഗറൊന്നും അങ്ങനെ കുടിക്കത്തില്ല എന്ന് പറയുമെങ്കിലും ഞാൻ ആ ഷാർജയുടെ പകുതിയും കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഫോർമാലിറ്റിക്കൊക്കെ അങ്ങനെ കുടിക്കാതിരിക്കും. നമുക്ക് ആർക്കാണ് കുടിക്കാൻ തോന്നാത്തതല്ലേ. ഞാൻ കുടിക്കും ഗൈസ്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ വിഷ്ണുവേട്ടൻ്റെ പകുതി ഷാർജയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്കും കുറച്ച് പാഴ്സലൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. വീട്ടിൽ പണി നടക്കുന്ന സമയത്തായിരുന്നു ഇതൊക്കെ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാം നമ്മയോട് പറഞ്ഞു. കാര്യം അടുക്കളയൊക്കെ ആകെപ്പാടെ വലിച്ചു വാരി ഇട്ടേക്കുന്ന സമയമായിരുന്നു അന്നേരം. അപ്പോൾ നേരെ ബഷീറിക്കാട് ദം ബിരിയാണി കടയിൽ വന്നിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. കായംകുളംകാർക്ക് എല്ലാം അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ